ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. നമ്മുടെ അഡ്വർടൈസ്മെന്റ് ഒക്കെ കണ്ടു കാണുമല്ലോ. കണ്ടു. നമ്മുടെ കമ്പനിയുടെ പേര് ക്ലൗൺ ഇന്റർനാഷണൽ എന്നാണ്. അതായത് നമ്മളൊരു ഇന്റർനാഷണൽ പാപ്പരാസി കമ്പനിയാണ്. അതായത് കേരളത്തിലുള്ള ലോക്കൽ ചാനലുകളെ ഹയർ ചെയ്ത് നിങ്ങളുടെ ഐഡിയാസിനെ നമ്മളെടുത്ത് അത് ഇന്റർനാഷണൽ ലെവലിൽ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്ത് അവിടെ എങ്ങനെ റീച്ച് കൂട്ടാമെന്നാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പം എന്താണ് മോളുടെ ചാനലിന്റെ പേരെന്തായിരുന്നു? ഞെട്ടിക്കൽ മീഡിയ സർ. ഞെട്ടിക്കൽ മീഡിയ, വെറൈറ്റി നെയിമാണ്. താങ്ക് യു. എന്ത് ഞെട്ടിക്കൽ, എന്താണ് ആ ഞെട്ടിക്കൽ മീഡിയ എന്നുള്ള ആ ഒരു ഇതിലോട്ട് പോകാൻ കാരണം? സർ, എൻ്റെ ക്യാപ്ഷൻസ് ഒക്കെ കണ്ടിട്ട് കേരളക്കാരെ ഒന്നടങ്കം ഞെട്ടിത്തരിക്കാറുണ്ട്. അതാണ് എൻ്റെ ക്യാപ്ഷൻസിൻ്റെ ഒരു പവർ. എല്ലാവരെയും ഞാൻ ഞെട്ടിക്കാറുണ്ട്. ഓഹോ, ഇത് എന്ന് മുതലാണ് ഈ ഒരു ഞെട്ടിക്കൽ എന്നുള്ള ഒരു ആശയം മുമ്പോട്ട് കൊണ്ടുവന്നത്? സർ, അതെനിക്ക് കുട്ടിക്കാലം മുതലേ ഒരു ഹരമാണ് ഈ ഞെട്ടിക്കൽ എന്ന് പറയുന്നത്. അതായത് ആൻസർ ഒക്കെ എഴുതിയിട്ട് ടീച്ചേഴ്സിനെ ഞെട്ടിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് വീട്ടുകാരെ ഞെട്ടിക്കുക, ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി പറഞ്ഞ് നാട്ടുകാരെ ഞെട്ടിക്കുക. ഇതൊക്കെ ഒരു ഹരമായിരുന്നു എൻ്റെത്. അപ്പോൾ ആ ഒരു പാഷൻ ഞാനങ്ങ് പ്രൊഫഷനാക്കി. ഓ, അത് കൊള്ളാം. അതൊരു നല്ലൊരു ഐഡിയ ആണ്. ഓക്കെ, നിങ്ങളാക്കിയത് എന്താണ്? സാർ, കേരളത്തിൽ ആദ്യമായിട്ട് ക്യാപ്ഷൻ്റെ ട്രെൻഡ് കൊണ്ടുവരുന്നത് തന്നെ നമ്മളാണ്. അതായത് ഞാനാണ്. എൻ്റെ ക്യാപ്ഷൻസ് സാർ വായിച്ചിട്ടുണ്ടായിരിക്കും. ഭയങ്കര ഞെട്ടലാണ്. അതായത് ഈ പച്ച ഡ്രസ്സ് ഇട്ട് പച്ചത്തത്തെ പോലെ പച്ചമുന്തിരി കഴിക്കുന്ന നടിയെ കണ്ടാൽ നിങ്ങൾ ഞെട്ടും, നടനും നടിയും ഒരുമിച്ച് നിൽക്കുന്ന കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അതൊക്കെ എൻ്റെയാണ്. കൊള്ളാം കേട്ടോ. അതായത് ആർക്കായാലും കണ്ടാലൊന്ന് ക്ലിക്ക് ചെയ്യാൻ തോന്നും. ഓ, കൊള്ളാം. നൈസ്. ഓക്കെ, എന്നാ പിന്നെ ഈ തൻ്റെ മുന്നിലിരിക്കുകയാണല്ലോ ഞാൻ. അതെ. എന്നെ എങ്ങനെ ഇംപ്രസ് ചെയ്യാൻ പറ്റും, എന്നെ എങ്ങനെ ഞെട്ടിക്കാൻ പറ്റുമെന്ന്? ഓക്കെ, സാറിൻ്റെ പേരെന്തായിരുന്നു? സാമുവൽ. ഓക്കെ, സാമുവൽ. ഓക്കെ, ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. ഇന്റർവ്യൂവിന് വന്ന പെൺകുട്ടിയുടെ മുൻപിൽ സാമുവൽ സാർ കാല് പൊക്കി വെച്ച് കാണിക്കുന്നത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. സാർ ഇന്റർവ്യൂ എടുക്കുന്നു, ലാപ്ടോപ്പ് മടി വെച്ച് ഇങ്ങനെ അങ്ങനെ ഞെട്ടി. അത് മതി. ഫസ്റ്റ് ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ക്യാപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഡിയൻസ് സാറ്റിസ്ഫൈഡ് ആവുമെന്ന് ഉറപ്പുണ്ടോ? തീർച്ചയായും സാറ്റിസ്ഫൈഡ് ആവും സാർ. കാരണം അവർ ജോലി തിരക്കും വീട്ടിലെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമാധാനത്തിന് വേണ്ടി ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റയിലേക്കും കയറുമ്പോഴത്തേക്കും എൻ്റെ ഈ പോസ്റ്റ് കാണുന്നു, ഈ വൃത്തിയിട്ട ക്യാപ്ഷനൊക്കെ കാണുന്നു. അപ്പോഴേക്കും അവരുടെ ഫ്രസ്ട്രേഷൻ മാറ്റി വെച്ചിട്ട് അവർ എന്നിലേക്ക് അത് തീർക്കുകയാണ്. എൻ്റെ തന്തയ്ക്ക് വിളിക്കുന്നു, നടന്ന തന്തയ്ക്ക് വിളിക്കുന്നു, നടിയുടെ തന്തയ്ക്ക് വിളിക്കുന്നു, അങ്ങനെ തന്തവൈബൈ തള്ളവൈബൈ, അങ്ങനെ മൊത്തത്തിൽ അവരുടെ ഫ്രസ്ട്രേഷൻ അവരങ്ങ് തീർക്കുകയാണ് എൻ്റെ ആ ഒരു പോസ്റ്റിൽ. അത് മാത്രമല്ല, എൻ്റെ ഈ ഒരു പോസ്റ്റ് കാരണം അവരുടെ വീട്ടുകാരുടെ തന്തയ്ക്ക് വിളിക്കാതിരിക്കാനുള്ള ഒരു കാരണം കൂടെ ഞാൻ ഒരുക്കി കൊടുക്കുകയാണ്. മൊത്തത്തിൽ നമ്മളൊരു സാമൂഹ്യ സേവനമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സമൂഹത്തിന്റെ ഫ്രസ്ട്രേഷനെ ഇല്ലാതാക്കുകയാണ്. ഓക്കെ, അത് വെരി ഗുഡ്. നല്ല സാധനം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ചില മാസങ്ങളിൽ നമുക്ക് കണ്ടന്റിനൊരു ക്ഷാമം ഉണ്ടാവും. ചില മാസങ്ങളിൽ ന്യൂസ് കിട്ടത്തില്ല, കണ്ടന്റുകളൊന്നും കാണത്തില്ല. ആ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ റീച്ചും അതിൻ്റെ ഇൻട്രാക്ഷൻസ് ഒക്കെ നോക്കിയല്ലേ പറ്റത്തുള്ളൂ. എങ്ങനെ ആയിരിക്കും ആ സമയത്ത് റീച്ച് കയറ്റുന്നത് നമ്മൾ? ഓക്കെ സാർ, നമ്മൾ ആ സമയത്ത് ടെൻഷൻ അടിക്കാതെ കുറച്ച് സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാറിൻ്റെ ഒരു ഫോട്ടോ അയക്കുക, അല്ലെങ്കിൽ സാറിൻ്റെ വൈഫിൻ്റെ ഒരു ഫോട്ടോ അയക്കുക. എൻ്റെ ഫോട്ടോ എന്തിനാ? എന്തെങ്കിലും ഒരു ഫോട്ടോ മതി. സാറിൻ്റെ ഫോട്ടോ, സാറിൻ്റെ വൈഫിൻ്റെ ഫോട്ടോയോ ഏതെങ്കിലും ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ഞാനതങ്ങോട്ട് പോസ്റ്റ് ചെയ്തിട്ട് ഒരു ക്യാപ്ഷനോടെ കൊടുക്കും, ഈ ഫോട്ടോയിൽ ഒളിഞ്ഞിരിക്കുന്ന പൂച്ചക്കുട്ടിയെ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന്. അതിനാ ഫോട്ടോ പൂച്ചക്കുട്ടി ഇല്ലല്ലോ. ഇല്ല, പൂച്ചയില്ല. എന്നാലും കുറെ പൊട്ടന്മാർ വന്ന് കമന്റ് ഇടും, സാറേ ഇടതുവശത്ത് കണ്ടു വലതുവശത്ത് മോളിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. ആർക്ക് പോയി അവർക്ക് പോയി. കുറച്ചമ്മമാർ വന്നിട്ട് ഫേക്കാണ്, പോസ്റ്റൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇടും, അത് വേറെ കാര്യം. പിന്നെ കുറച്ചമ്മമാർ വന്നിട്ട് തന്തയ്ക്ക് വിളിക്കും. അവർ വിളിച്ചോട്ടെ, എനിക്കല്ലേ കമന്റ്സ് കൂടുന്നത്. പിന്നെ തന്തയ്ക്ക് വിളിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, കാരണം അങ്ങനെ എന്നെ പണ്ടേ ഇട്ടിട്ട് പോയതാ. എവിടെങ്കിലും പോയി തൂങ്ങും. അല്ല, പപ്പ ഇമോഷണലായി പോയി സാർ, ഇമോഷണലായി. എനിവേ ഗുഡ്. താഴെ വെയിറ്റ് ചെയ്യ്, ഞാൻ വിളിക്കാം. ഓക്കെ സാർ, താങ്ക് യു. നെക്സ്റ്റ്. ഹായ് സാർ, ഗുഡ് മോർണിംഗ്. പേര് ബ്ലാക്കി. ഈ ജനറേഷനിലെ ഒരു പൂക്കിയാണല്ലേ? യെസ് സാർ. ഓ, ഓക്കെ. ചാനലിൻ്റെ പേരെങ്ങനെയായിരുന്നു? കൊക്ക് മീഡിയ. എന്താണ് ആ പേര് ചൂസ് ചെയ്യാൻ കാരണം? സാർ, ഞങ്ങളുടെ ഇരകളെ ഏരിയൽ വ്യൂയിലാണ് കാണുന്നത്. അതായത് ഞങ്ങൾ നോക്കി ഉന്നം വെക്കുമ്പോൾ ആർക്കും മനസ്സിലാവത്തില്ല ഞങ്ങൾ എന്താണ് നോക്കിയതെന്ന്. പക്ഷെ കൊത്തിയെടുത്ത് പറന്ന് കഴിയുമ്പോൾ മാത്രമേ മനസ്സിലാകൂ എന്താണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നതെന്ന്. അതിൻ്റെ ഔട്ട് വരുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ അവർ ഞെട്ടും. ഓ, വെരി ഗുഡ്. താങ്ക് യു. നിങ്ങളാക്കിയത് എന്താണ്? നോ സാർ, ഞങ്ങളെ ആരും ഞങ്ങളാക്കിയിട്ടില്ല. മറിച്ച് ഞങ്ങളാണ് പലരെയും പലതും ആക്കിയത്. പ്രത്യേകിച്ച് ഈ ഉദ്ഘാടനമൊന്നും പറഞ്ഞ് എളിഞ്ഞുവരി നടക്കുന്ന എല്ലാവരെയും കൃത്യം ആംഗിള് വെച്ച് കൃത്യമായിട്ട് വീക്ഷിച്ച് ശരിയായ ക്യാപ്ഷനോടുകൂടി പബ്ലിഷ് ചെയ്ത് പ്രശസ്തരാക്കിയത് ഞങ്ങളാണ്. എന്നിട്ട് തെരുവിളി മൊത്തം ഞങ്ങൾക്ക്.
നമ്മളീ കാണുന്ന വീഡിയോയിലെ ക്യാപ്ഷനും ആംഗിളും ഒന്ന് കാണാതിരിക്കുമായിരുന്നു കേട്ടോ. സോ ടാലന്റ്. എൻ്റെ ആംഗിളാണ് സാർ എൻ്റെ ഐഡൻറ്റിറ്റി. ആംഗിൾ ഈസ് മൈ ഐഡൻറ്റിറ്റി. ഓക്കെ, എന്നാൽ ആ ആംഗിൾസ് യൂസ് ചെയ്തുകൊണ്ട് എന്നെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിക്കാൻ പറ്റുമോ? വൈ നോട്ട് സാർ ഒന്ന് നേരെ ഇരിക്കുമോ? ഇങ്ങനെ ഇരുന്നാൽ പോലെ? നോ സാർ, നേരെ ഇരിക്കും. നേരെ സംസാരിക്കുന്ന രീതി. ഫോട്ടോയാണോ? അല്ല സാർ, വീഡിയോ. സംസാരിച്ചോളൂ സാർ. അല്ല, എന്ത് സംസാരിക്കാനാണ്? സാർ എന്തെങ്കിലും സംസാരിച്ചോളൂ സാർ. അല്ല, എന്തെങ്കിലും മാറ്റർ ഉണ്ടെങ്കിൽ അത് പറയാമായിരുന്നു. ഓക്കെ സാർ, കഴിഞ്ഞു. സാർ നോക്കൂ. കറക്റ്റ് ആംഗിളല്ലേ വെച്ചേക്കുന്നത്? വൃത്തിയായിട്ട ആംഗിൾ വെക്കരുത് കേട്ടോ. അതാണ് സാർ ഞങ്ങളുടെ ഐഡൻറ്റിറ്റി. ഇതെങ്ങും കൊണ്ട് പോസ്റ്റ് ചെയ്യല്ലേ? എനിക്ക് അവാർഡൊക്കെ കിട്ടിയതാണ് ഇങ്ങനത്തെ ഐഡൻറ്റിറ്റിയിൽ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തൊക്കെ ഇട്ടേന്. ബെസ്റ്റ് മീഡിയയ്ക്കുള്ളത്. ഡിലീറ്റ് ചെയ്തേക്കാം സാർ. ഒരുപാട് ക്ലിപ്പുകളുണ്ട്, ഒന്നും ഡിലീറ്റ് ചെയ്യില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാർ. ഒരു വീഡിയോ എടുക്കുമ്പം എന്താണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യും, ഒരുവിധപ്പെട്ട എല്ലാം. ഉദാഹരണത്തിന് ആളുടെ ക്യാരക്ടർ. ആള് ഭയങ്കര മൊരടനാണെങ്കിൽ ഒരു കയ്യകലത്ത് നിന്ന് ക്യാമറ പിടിക്കും. ആള് നല്ല ഫ്രണ്ട്ലി ആണെങ്കിൽ വായിക്കകത്തോട്ട് കൊണ്ടുവന്ന് വീഡിയോ എടുക്കും. അത് മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ? അത് മാത്രമല്ല സാർ, ലൈറ്റിംഗ് പ്രധാന ഘടകമാണ്. അതായത് എവിടെയാണോ ലൈറ്റ് ഉള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ക്യാമറ വെക്കണം. എന്നാലേ നടിയുടെ മുഖത്തെ കുണ്ടും കുഴിയൊക്കെ കാണത്തുള്ളൂ. അതാവുമ്പം മേക്കപ്പ് ഇല്ലാത്ത നടിയെ നാട്ടുകാരെ കൊണ്ട് കൊള്ളത്തിലെന്ന് പറയിപ്പിക്കാനും, മേക്കപ്പ് ലൈറ്റായിട്ട് ചെയ്ത നടിയെ ഓവർ മേക്കപ്പ് എന്ന് പറയിപ്പിക്കാനും, പ്രായം കുറഞ്ഞവരെ കൂട്ടാനുമൊക്കെ ഈ ലൈറ്റിംഗ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നാലേ നമ്മുടെ റീച്ച് കൂടത്തുള്ളൂ. അത് നിങ്ങളുടെ കമ്പനിക്ക് ഒരു മുതൽക്കൂട്ടാവും. ഞാൻ വേറെ ഒന്നും ശ്രദ്ധിക്കത്തില്ല? ശ്രദ്ധിക്കും. ഡ്രസ്സാണ് മെയിൻ. ആക്ച്വലി ഞാൻ പ്രൊഫഷണലി ഒരു ഫാഷൻ ഡിസൈനറാണ്. അപ്പോൾ ഒരു ഡ്രസ്സ് കണ്ട ആംഗിൾ എവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ എവിടെ നിന്നൊക്കെ കിട്ടുമെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഒരു വീനെക്ക് ഡ്രസ്സാണെങ്കിൽ ടോപ്പ് വ്യൂ നിന്ന് ആംഗിൾ വെക്കണം. ബോഡിക്കോൺ ഡ്രസ്സാണെങ്കിൽ സൈഡ് വ്യൂവിൽ നിന്നോ ബാക്ക് വ്യൂവിൽ നിന്നോ വെക്കണം. ഒരു ഷോർട്സ് ആണെങ്കിൽ ഈ തൊടയുടെ അവിടെ നിന്ന് വെക്കുന്നതായിരിക്കും കൂടുതൽ ഉതകുന്നത്. പിന്നെ ഇതൊന്നും ഇല്ലാത്തൊരു സംഭവമുണ്ട്, പെൻസിൽ സ്കേർട്ട്. അതിട്ട് നടിമാർ വല്ലതും ഇരിക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ലോ ആംഗിൾ പിടിച്ചൊരു പിടിയുണ്ട്. അത് സൂപ്പറാണ്. മാക്സിമം സെലിബ്രിറ്റീസിനെ അൺകംഫർട്ടബിൾ ആക്കുക. അവർക്കത് പറയാൻ പറ്റത്തില്ലല്ലോ, ഇത് പബ്ലിഷ് ചെയ്യുമ്പോഴല്ലേ കാണാൻ പറ്റത്തുള്ളൂ. സിനിമയിലുണ്ടോ സാർ ഇങ്ങനത്തെ ആംഗിൾ? വൈകാതെ ഒരു സിനിമ എടുക്കണം. കുട്ടി പറഞ്ഞ ഐഡിയ ഒക്കെ എനിക്ക് വർക്കായി, പക്ഷേ ഇത് നമ്മളുടെ കമ്പനിയിൽ വർക്കാവത്തില്ല. വൈ സാർ? കാരണം നമ്മുടെ കമ്പനി ഒരു ഇന്റർനാഷണൽ കമ്പനിയാണല്ലോ. കുട്ടി ഇപ്പം പറഞ്ഞ ഐഡിയ അവിടെ അപ്ലൈ ചെയ്യാനാണെങ്കിൽ ഈ കണ്ടന്റിന് അവിടെ ഒരു പുതുമയില്ല. കാരണം അവിടുത്തെ ആൾക്കാർ മിനിമം ഡ്രസ്സാണ് ഇടുന്നത്. അവിടുത്തെ ആൾക്കാർ കണ്ട് മടുത്ത്. പിന്നെ എന്താണ് അവിടെ പുതുമ? സാർ അവിടെ ഉണ്ടാ, അവിടുന്ന് കണ്ടന്റ് എടുത്ത് ഇങ്ങോട്ട് അയച്ചാ ഞാൻ ഇവിടെ ഇട്ട് ഓടിച്ച് കാണിച്ചു തരാം. അല്ല കിണ്ണാച്ചിയായിട്ട് ഓടും. ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനത്തെ ഐറ്റമൊക്കെ എവിടുന്ന് വരുന്നെന്ന് നോക്കിയിരിക്കുക കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ആംഗിളിലാണ് കാര്യം? ആംഗിളിൽ മാത്രമല്ല സാർ, ക്യാപ്ഷൻസിലും ഉണ്ട് കാര്യം. എന്ത് കാര്യം സാർ? അതായത് ആൾക്കാർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കോണ്ടന്റിലേക്ക് നമുക്ക് ആൾക്കാരെ ക്യാപ്ഷനിലൂടെ വലിച്ചിടാൻ സാധിക്കും. ഹൗ? സാർ ഉദാഹരണത്തിന് ഞാൻ ഈയിടെ ഇട്ടൊരു പോസ്റ്റിന്റെ ക്യാപ്ഷൻ പറയാം. രാഘവന്റെ വെണ്ട പൊട്ടി. രാഘവന്റെ വെണ്ട പൊട്ടി എന്തുവാന്നറിയാൻ സാറിന് ഇപ്പൊ ഇൻട്രസ്റ്റ് ആയില്ലേ? ആയോ? അതാണ് കാര്യം. ഈ ഒരു ടൈറ്റിലൂടെ നമ്മൾ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് അതിനകത്തേക്ക് ഇടുന്നു. കാര്യം പറയാൻ എന്തുവന്നു സാർ? സംഭവം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. രാഘവൻ എന്ന് പറയുന്ന കൃഷിക്കാരൻ ഒരു വെണ്ട കൃഷി നടത്തുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ കാറ്റിലും മഴയിലും അയാളുടെ കൃഷി മൊത്തവും നശിച്ചു. അയാളുടെ ബിസിനസ് പൊട്ടി. എന്ത് ബിസിനസ്സാ പൊട്ടിയേ? വെണ്ട ബിസിനസ്. അപ്പം നമ്മൾ അങ്ങ് പറയും രാഘവന്റെ വെണ്ട പൊട്ടി. സാർ ഒന്ന് ആലോചിച്ച് നോക്കി, രാഘവന്റെ കൃഷി നശിച്ചു എന്നൊരു ക്യാപ്ഷൻ ഇട്ട് നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പട്ടി കയറി നോക്കുവോ? പക്ഷേ നമ്മളിവിടെ രാഘവന്റെ വെണ്ട പൊട്ടി എന്ന് പറഞ്ഞ ക്യാപ്ഷനിൽ അങ്ങോട്ട് ഇറക്കി വിടുമ്പം കുട്ടി മുതൽ പട്ടി വരെ കയറി നോക്കും. ഇപ്പൊ എന്താ നടക്കുന്നത്? രാഘവനും ഫേമസ്, രാഘവന്റെ വെണ്ടയും ഫേമസ്. സർ, ദിസ് ഈസ് സോഷ്യൽ മീഡിയ ബിസിനസ്. കളറല്ലേ? കൊള്ളാം, സൂപ്പറായിട്ടോ. വെയിറ്റ് ചെയ്യ്, വിളിക്കാം. താങ്ക് യു സർ. ആവശ്യം വരും. നെക്സ്റ്റ്. നമസ്കാരം സാർ. നമസ്കാരം. പേര് ബെന്നി അല്ലേ? ബെന്നി ക്രിപ്റ്റോ. എന്താ ചാനലിൻ്റെ പേര്?
ഗോട്ട് ടു ഡോഗ്, മനസ്സിലായി. ആഡ് ടു പട്ടി. എന്താ അങ്ങനെ ഒരു പേര് ചൂസ് ചെയ്തേ? അങ്ങനെ ഒരു പേര് ചൂസ് ചെയ്യാൻ കാരണം ഞങ്ങൾ ആടിനെ പട്ടിയാക്കും, എലിയെ പുലിയാക്കും, റാപ്പറിനെ റേപ്പറാക്കും. ചുരുക്കി പറഞ്ഞ ഇല്ലാ കഥകൾ ഉണ്ടാക്കി പറയും. ഓക്കെ ഓക്കെ, മനസ്സിലായി. നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് എങ്ങനെയാണ് പോണേന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ചാനലിലെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയത് ഏത് കണ്ടന്റിലൂടെയാണ്? പറഞ്ഞുതരാം സാർ. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സെലിബ്രിറ്റി മരിക്കുകയുണ്ടായി. അപ്പം മറ്റൊരു സെലിബ്രിറ്റി വളരെ വികാരാധീനായി അദ്ദേഹത്തിൻ്റെ മൊബൈൽ മോർച്ചലിലേക്ക് നോക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വിറയാർന്ന കൈകൾ ആ മൊബൈൽ മോർച്ചലിലേക്ക് വെച്ചു. ഓക്കെ, സോറി. അങ്ങനെ ഇമോഷണലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് റീച്ച് കയറ്റുന്ന പരിപാടി അല്ലേ? അല്ല സാർ, ഞാൻ അദ്ദേഹത്തിൻ്റെ വിറയാർന്ന കൈയിലേക്ക് സൂം ചെയ്തു. എന്നിട്ട് ചോദിച്ചു, അദ്ദേഹം കെട്ടിയേക്കുന്ന വാച്ചിന് എത്ര രൂപയെന്ന് പറയാമോ എന്ന്. എന്തോരം തന്തക്ക് വിളിയായിരുന്നു അറിയോ. നല്ല റീച്ചായിരുന്നു, ഏറിപ്പോയി ഇഷ്ടം പോലെ. അല്ല, അപ്പം നിങ്ങൾ ഈ മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തോ ഈ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, എന്തോ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ആർക്കും പ്രൈവസി കിട്ടരുത്. അവിടെ ഏതൊക്കെ സെലിബ്രിറ്റീസ് വന്നു, ഏതൊക്കെ സെലിബ്രിറ്റീസ് പോയി, ഏതൊക്കെ സെലിബ്രിറ്റീസ് കരയുന്നു, ഏതൊക്കെ സെലിബ്രിറ്റീസ് ചിരിക്കുന്നു, ആരൊക്കെ നിൽക്കുന്നു, ഇരിക്കുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, എല്ലാവരും ഒപ്പെടുക്കും. അല്ല, ഈ മരിച്ച മനുഷ്യനും വീട്ടുകാരും ഒക്കെ? മരിച്ച മനുഷ്യനും വീട്ടുകാരും നമുക്കൊരു പ്രശ്നമല്ല. അദ്ദേഹത്തിനെ കൊണ്ട് ദയിപ്പിക്കട്ടെ, അതൊരു സൈഡിൽ കൂടെ നടന്നോളൂ. നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ വരുന്നത്. അപ്പം നിങ്ങളുടെ ക്യാമറയുടെ മുന്നിൽ തുമ്മാൻ പോലും പറ്റത്തില്ല? ഒരിക്കലും പറ്റത്തില്ല. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സെലിബ്രിറ്റി എൻ്റെ ക്യാമറയ്ക്ക് മുമ്പ് തുമ്മി. ഞാൻ ആ തുമ്മൽ കട്ട് ചെയ്ത് ഒരു DJ-ക്ക് അയച്ചു കൊടുത്തു. അവനത് കട്ട് ചെയ്ത് മ്യൂസിക്കും കയറ്റി ഇൻസ്റ്റാഗ്രാമിൽ വൈറലാക്കി. നിങ്ങൾ കേട്ടില്ലേ അത്? കേട്ടു. നിങ്ങളുടെ ആയിരുന്നില്ലേ? എൻ്റെ അത്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. യെസ്. ഒരു ചാനൽ നടത്തിക്കൊണ്ട് പോകാൻ എന്താണ് നമുക്ക് ആദ്യം വേണ്ടത്? മനോധൈര്യമാണോ, കോൺസെൻട്രേഷനാണോ? രണ്ടുമല്ല, തൊലിക്കട്ടി. ഇതില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പാടും. തൊലിക്കട്ടി ഉണ്ടെന്ന് മനസ്സിലായി. വിളിക്കാം, താഴെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ്. നമസ്കാരം. നമസ്കാരം. ഓക്കെ, പേരെങ്ങനെയായിരുന്നു? ഇക്കിളി രാജു. ഇക്കിളി രാജു. എന്താണ് ഇക്കിളി? ഇക്കിളി നിങ്ങളുടെ ചാനലിൻ്റെ പേരെങ്ങനെ? ഇക്കിളി മീഡിയ. ഇക്കിളി രാജു, ഇക്കിളി മീഡിയ, എല്ലാം ഇക്കിളിയാണ്. എല്ലാം ഇക്കിളിയാണ്. എന്താണ് ആ പേരിലോട്ട് ചേക്കേറാൻ കാരണം? അതിലേക്ക് വരാൻ കാരണം നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടം ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകളാണ്. അപ്പോൾ അതിലേക്ക് പോകുമ്പം ഒരു ഇച്ചിരി ഇക്കിളിയൊക്കെ കൂട്ടി നമ്മളിങ്ങനെ തള്ളി അങ്ങ് വിടും. എന്ത് ഇക്കിളിപ്പെടുത്തുന്ന വാർത്തയാണ് നിങ്ങളെ ഇത്രയും വൈറലാക്കിയത്? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, നമ്മുടെ മലയാള സിനിമയിലെ തന്നെ ഒരു മുതിർന്ന നടൻ്റെ മകൻ, അദ്ദേഹം ഇപ്പോൾ മലയാള സിനിമയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഞങ്ങളൊന്ന് ഇൻ്റർവ്യൂ ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ ടൈമിൽ ഞാൻ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു, തൻ്റെ തന്ത അയാൾ തന്നെ ആണോ, സംശയമുണ്ടോ എന്നൊരു ചോദ്യവും ചോദിച്ചു. ആ ചോദ്യത്തിൽ പുള്ളിക്കാരൻ വീണു, അതങ്ങ് വൈറലായി. ആ ഒരൊറ്റ ഇൻ്റർവ്യൂയിലൂടെ തന്നെ ഞാനും എൻ്റെ പിള്ളേരും എൻ്റെ ചാനലും രക്ഷപ്പെട്ടു. ഒറ്റ ചോദ്യം ലൈഫ് മാറ്റി. ഒറ്റ ചോദ്യം ലൈഫ് മാറ്റി കളഞ്ഞു. ആ ഒരു എന്താ പറയുക, പുള്ളിക്ക് അന്നേരം ഉണ്ട് ഒരു ഇക്കിളി ഉണ്ടായിരുന്നു. അതാണ് എന്നെ കുറേ കൂടെ അങ്ങ് പ്രകോപിപ്പിച്ചത്. അതിൽ പിടിച്ചാൽ കയറി. എനിക്കൊന്ന് ആ ഒരു ഇൻ്റർവ്യൂവിന് ശേഷം ആണ് എനിക്ക് ആ പേര് വീണത്. അത് മാത്രമല്ല, അത് ആ പുള്ളി എൻ്റെ ചോദ്യം, ഞാൻ ആ പുള്ളിക്കാരോട് ചോദ്യം ചോദിച്ചതിന് ശേഷം പുള്ളിക്കാരൻ എൻ്റെ പുക്കിൽ നോക്കി ഒരു ഊത്ത് തന്നു. അങ്ങനെ ഞാൻ ഇക്കിളിരാജനായി. പക്ഷേ ഇതിന് മുന്നേ എൻ്റെ പേര് പൂക്കിളിരാജൻ എന്നായിരുന്നു. അതെന്തായിരുന്നു? എനിക്കന്ന് പൂക്കളുടെയും കിളികളുടെയും ബിസിനസ് ആയിരുന്നു സാർ. ഇതിന് ശേഷം എന്താണ് പ്ലാൻ? ഇതിന് ശേഷം ഇങ്ങനെ ഒരുപാട് പേരുകൾ മാറി. കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഒരുപാട് പേര്, ഇപ്പോൾ കിളിയായി, പൂക്കിളിയായി, വാക്കിളിയായി, കിളികൾക്ക് കയറി അവസരം മേളിൽ ചെന്ന് ഞാൻ വലിക്കും ഞാൻ. പിന്നെ അന്ന് ഒരു പൊട്ടുമായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെ പോകും കാലത്തിനനുസരിച്ച് പോട്ടെ. അപ്പം പോകുന്നിടം വരെ ചാനലിൽ റീച്ച് പോട്ടാൻ നിങ്ങൾ ഉദ്ദേശിക്കും? പോകുന്നിടം വരെ അങ്ങനെ പോകുന്നു, അങ്ങനെ തന്നെ പൊക്കോണ്ടിരിക്കട്ടെ. ഇപ്പോൾ ഒരു കിളി വന്ന് നിൽക്കുന്നു, നാളെ എന്തൊക്കെയാവും ആർക്കറിയാം. താഴെ കിടക്കുമല്ലേ. നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രൊട്ടക്ഷൻ വേണമെന്ന് ഫീൽ ചെയ്തിട്ടില്ല? പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട് സാർ. എന്ത് പ്രൊട്ടക്ഷൻ? കേട്ടോ, ഇതെന്തോ സാർ, ഇതൊരു ക്യാമറയാണ്. ഇപ്പം നമ്മുടെ ഇൻ്റർവ്യൂ പോലും ഞാനിവിടെ റെക്കോർഡ് ചെയ്തിട്ടിരിക്കുക, മനസ്സിലായി? എന്നോട് ആരെന്തൊക്കെ വേണ്ടതിന് പറഞ്ഞാലും ഈ ക്യാമറയിലൂടെ ഞാൻ ഒപ്പിയെടുക്കും. എന്നിട്ട് വൈകുന്നേരം ഞാൻ കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും. ഇന്ന് 6:30 പോകേണ്ട വിഷ്വൽ ഇതിനകത്ത് കിട്ടിക്കഴിയും. ഇതുപോലെ എനിക്ക് പ്രൊട്ടക്ഷനായിട്ട്. ആർ യു ഹാപ്പി? ഞാൻ ഹാപ്പിയാണ്. ലൈക്ക് ഈ അരയ്ക്ക് ചുറ്റും ക്യാമറയുണ്ടോ അതോ? ഇല്ല, എൻ്റെ പുക്കളിന് മേളിൽ മാത്രമേ. പുക്കിൾ ക്യാമറയാണല്ലോ. പുക്കൾ ക്യാമറ. അടച്ചോട്ടെ? അടച്ചു. ഓക്കെ. ചോദിച്ചു. ഉദാഹരണത്തിന്
പ്രശസ്തയായ ഒരു സിനിമാ നടിയും ആ കുട്ടിയുടെ അച്ഛനും കൂടെ സ്വന്തം സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ വന്നു. തിയേറ്ററിൽ സിനിമ കണ്ട് തിരിച്ചിറങ്ങി കഴിയുമ്പോൾ നിങ്ങളുടെ ക്യാമറയിൽ ആ കുട്ടിയെ അവർ അച്ഛനെ ഒപ്പിയെടുത്തു. ഓക്കെ, നിങ്ങൾ എന്ത് ക്യാപ്ഷൻ കൊടുത്തായിരിക്കും അപ്ലോഡ് ചെയ്തത്? വെൽ, ഞാൻ കൊടുക്കുന്നത് അമ്മ അറിയാതെ യുവനടിയും ഒരു വൃദ്ധനും തിയേറ്ററിൻ്റെ ഇരുട്ടിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ക്യാച്ചിങ് ആണോ? ഞെട്ടിയില്ലേ? സാറാണെങ്കിലും നോക്കത്തില്ലയോ? ഉറപ്പായിട്ട് നോക്കും. കള്ള, അത്രേ ഉള്ളൂ. കഴിവാണ് തലമൊത്തം അല്ലേ? തീർച്ചയായിട്ടും. ഇവിടുന്ന് ഇവിടെ വരെ ബുദ്ധിയാണ്. ഓക്കെ, താങ്കൾ താഴെ വെയിറ്റ് ചെയ്യും. താഴെ വെയിറ്റ്. ഓക്കെ. ഗുഡ് മോർണിംഗ് സാർ. ഓ, ഗുഡ് മോർണിംഗ്. 1 മിനിറ്റ്. പേരെങ്ങനെയാ പറഞ്ഞേ? ഫിയാമ. ഓക്കെ, ചാനലിൻ്റെ പേരെന്തായിരുന്നു? കാട്ടുതീ മീഡിയ. കാട്ടുതീ വൈൽഡ് ഫയർ. യാ. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് നെയിം. താങ്ക് യു. ഓക്കെ, എന്താണ് ഒരു പേര് സെലക്ട് ചെയ്തത്? പറയൂ. അതായത് സാർ, ഞങ്ങളുടെ ചാനൽ മറ്റുള്ള ചാനലിലെ പോലെ വലിച്ചു വാരി ഒന്നും ചവറ് കണ്ടന്റുകൾ ഇടാറില്ല. ഇടുന്ന സാധനം ഉണ്ടല്ലോ, കീറി അങ്ങ് കത്തും, ഇല്ലെങ്കിൽ കത്തിക്കും. വെരി ഗുഡ്, അതാണ് നമുക്കും വേണ്ടത്. യാ, കത്തണം, കത്തിക്കും. എന്താണ് നിങ്ങളുടെ കത്തിച്ചിട്ടുള്ള കണ്ടന്റ്? എങ്ങനെയാണ് നിങ്ങൾ വൈറലായത്? ആക്ച്വലി ഇറ്റ്സ് എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആയിരുന്നു. പുള്ളിക്കാരിയുടെ ജീവിതത്തിലുണ്ടായ ഒരു ട്രോമാറ്റിക് സിറ്റുവേഷൻ ഉണ്ട്. പുള്ളിക്കാരി ആദ്യം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ആ ഒരു സിറ്റുവേഷനെ പറ്റി അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കല്ലേ എന്ന്. ഞാൻ പക്ഷേ കുറച്ച് റാപ്പിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ ട്രോമാറ്റിക് സിറ്റുവേഷനെ കുറിച്ച് അങ്ങ് ചോദിച്ചു. പുള്ളിക്കാരി മൊത്തം ഡിസ്റ്റർബ്ഡ് ആയി കരഞ്ഞു. ഞാൻ ഒരു സോറി അങ്ങ് പറഞ്ഞു. തെറ്റുപറ്റിപ്പോയില്ലേ? പക്ഷെങ്കിൽ അത് കയറി ട്രെൻഡായി, വൈറലായി, അവസാനം എയർലായി, കത്തി ഫയറായി. ഫയറായി. ഓ മൈ ഗോഡ്. ഓക്കെ, ആ നടി ചോദിക്കണമെന്ന് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു ആ ചോദ്യം. പക്ഷെ നിങ്ങളത് ചോദിച്ചു, അവർക്കത് വിഷമമായി. നിങ്ങൾക്കത് ഒരു കുറ്റബോധം തോന്നുന്നില്ല? എനിക്ക് കുറ്റബോധമൊക്കെ തോന്നി. 2 ദിവസം കഴിഞ്ഞപ്പം ഡോളർ വന്നു. അതോടെ എൻ്റെ കുറ്റബോധം മാറി ഹരമായി. പിന്നെ ഞാൻ എല്ലാ ഇൻ്റർവ്യൂസിലും ഇതുപോലുള്ള റാപ്പിഡ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. അതോടെ കത്താൻ തുടങ്ങി. ഗുഡ്. റീസെൻ്റ്ലി നിങ്ങൾ കത്തിച്ച് വിട്ടൊരു വീഡിയോ പറഞ്ഞേ. റീസെൻ്റ്ലി പറയണേ, പേരക്കയുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടായിരുന്നോ? ഒരു ഫംഗ്ഷന് പോയപ്പം കൂടുള്ള ഒരു കുട്ടിയെ ഇങ്ങനെ നോക്കിയൊരു നോട്ടം, അത് ക്യാപ്ചർ ചെയ്തിട്ട് ഞങ്ങളാണ്. കത്തിയില്ലേ, ഇതേപോലെയാണ് ഞങ്ങൾ കത്തിക്കാറ്. അത് നല്ല റീച്ചായിരുന്നു. അതെ. ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ ഈ ചാനൽ നടത്തുന്നതിലൂടെ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത്? സന്ദേശം എന്ന് വെച്ചാൽ കാണാത്തത് കാണുക, കേൾക്കാത്തത് കേൾക്കുക, പറയാത്തത് പറയുക. ഇതൊരു സന്ദേശമാണോ? ഒരിക്കലുമല്ല, പക്കാ തോന്നിവാസം. അറിയാം. സാർ ഇവിടെ ഇരിക്കുന്നതും ഇതുപോലുള്ള തോന്നിവാസങ്ങളെ എടുത്തിട്ട് ഇതിനെക്കാട്ടിലും വലിയ തോന്നിവാസം കാണിക്കാല്ലേ? യൂത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ വീഡിയോയുടെ പോപ്പുലാരിറ്റി എത്രത്തോളം ഉണ്ട്? ഓ നോ, യൂത്ത് ആണല്ലോ ഞങ്ങളുടെ മെയിൻ. സാർ റീസെൻ്റ് ആയിട്ട് ഞങ്ങളുടെ മോമോയുടെ ഇൻ്റർവ്യൂ കണ്ടായിരുന്നോ? അവനെ ഞാൻ ഇളക്കി അവൻ്റെ എല്ലാ കുൽസിതങ്ങളും കുൽസീൻ്റെ കഥകളൊക്കെ പുറത്തു വന്നത് കണ്ടില്ലേ? അവനെ കൊണ്ട് തന്നെ എക്സ്പോസ് ചെയ്തു. ഒന്നും പറയണ്ട, ആ ചെറുക്കൻ എന്തൊക്കെ പിന്നെ അനുഭവിക്കേണ്ടി വന്നു. യൂത്തിൻ്റെ ഇടയ്ക്കൊക്കെ അത് കത്തിയ കത്തലുണ്ടല്ലോ, ഇറ്റ് വാസ് വൈൽഡ് ഫയർ. ഓ മൈ ഗോഡ്, അവന്റെ കുടുംബം വരെ കത്തിച്ചു. കത്തട്ടെ. ഓക്കെ, ഞാൻ എന്തായാലും കുട്ടിയെ വിളിക്കാം. താങ്ക് യു സാർ. വെയിറ്റ് ചെയ്യും. അളിയ, ഇന്റർവ്യൂ തീർന്നു. എൻ്റെ പൊന്നു മച്ചാനെ, വന്ന 5 എണ്ണം വേടിച്ചില്ല സാധനങ്ങൾ. ഇവളുമാരുടെ ഇൻ്റർവ്യൂ ഒക്കെ അവിടെ നിന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പകുതിയും കള്ളത്തരവാണ്. എടാ പകുതി അല്ലളിയാ, മൊത്തവും കള്ളത്തരവാ. ഈ 5 എണ്ണത്തെ അങ്ങോട്ട് ഞാൻ ഇമ്പോർട്ട് ചെയ്യട്ടെ. ട്രംപ് വരെ നമ്മുടെ കൂടെ നിൽക്കുവളിയ. അത് മാത്രമല്ല, ഏലിയന് വരെ ഇവളുമാരെ അവിഹിതം ഉണ്ടാക്കും. അപ്പം എങ്ങനെയാ? നോക്കട്ടെ.